ഓം ശാന്തി. ഞാൻ പ്രേമസ്വരൂപ ആത്മാ എൻ്റെ വീടായ പരമധാമത്തിൽ അതിപ്രിയ ശുഭാവയുടെ കൂടെയിരിക്കുന്നു. ഞാൻ ആത്മീയ പിതാവിൽ സമർപ്പിതമായിരിക്കുന്നു. സ്നേഹസാഗർ ശിവപിതാവിൽ നിന്നും പരമാത്മസ്നേഹം എൻ്റെ മേലെ നിരന്തരം വർഷിക്കുന്നു. ഞാൻ പരമാത്മസ്നേഹത്താൽ സമ്പന്നമാകുകയാണ്. പ്രിയ ബാബ, ആത്മീയ സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ ഞാൻ ആത്മാവിലുള്ള സർവ ദുർബലതകളെയും കുറവുകളെയും സമാപ്തമാക്കുന്നു. പരമാത്മശക്തികളാൽ ഞാൻ സമ്പന്നമാകുന്നു. ഇപ്പോൾ ഞാൻ ബാബയുടെ അതിസമീപമെത്തുന്നു. സ്നേഹസാഗരത്തിൽ ലയിച്ചു ചേരുന്നു. ഞാൻ ബാബയിൽ സമാവേശമാകുന്നു. ബാബയുടെ കൂടെ കമ്പൈൻഡ് ആവുകയാണ്. മുഴുവൻ പരമാത്മശക്തികളും സ്വയം തന്നിലേക്ക് ട്രാൻസ്ഫർ ആക്കുന്നു. ഞാൻ ബാബ് സമാനമാകുന്നു. ബാബ എന്നെയും മാസ്റ്റർ സ്നേഹസാഗരമാക്കി. ഞാൻ മാസ്റ്റർ സ്നേഹസാഗരമായി സ്നേഹസാഗര ബാബയുടെ അടുത്തിരുന്ന് മുഴുവൻ വിശ്വത്തിലേക്കും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ പരമധാമത്തിൽ നിന്നും താഴേക്ക് വന്ന് പ്രകാശ ശരീരം ധാരണ ചെയ്യുന്നു. ഫരിസ്ത സ്വരൂപമാകുന്നു. ഞാൻ ഫരിസ്ത ഭൂഗോളത്തിനു മുകളിലിരിക്കുന്നു. ലോകത്തിലെ സർവ ആത്മാക്കളെയും കാണുന്നു. ഓരോരുത്തരും പരമാത്മസ്നേഹത്തിൻ്റെ ദാഹികളാണ്. ഇപ്പോൾ ഞാൻ സ്നേഹസാഗര ഫരിസ്ത സർവ ആത്മാക്കൾക്കും സ്നേഹത്തിൻ്റെ കിരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ വീണ്ടും സാകാരലോകത്തിൽ പ്രവേശിക്കുന്നു. ഈ സ്മൃതിയിലിരിക്കുന്നു. ഞാൻ സ്നേഹസാഗര ബാബയുടെ സന്താനം. മാസ്റ്റർ സ്നേഹസാഗരമാണ്. ആരെ കണ്ടാലും ആത്മീയ സ്നേഹത്തോടെ പ്രകാശരൂപത്തിൽ കാണുന്നു. സർവർക്കും സ്നേഹം വിതരണം ചെയ്യുന്നു.
മായ ഏത് വികരാള രൂപം ധാരണ ചെയ്തു വന്നാലും ഞാൻ പ്രേമമൂർത്തിയായി എൻ്റെ സ്നേഹയുക്ത വ്യവഹാരത്തിലൂടെ ആത്മാവിൽ സ്നേഹമാകുന്ന ശീതള ജലം തളിച്ച് ആത്മാവിനെ ശാന്തവും ശീതളവുമാക്കി പരിവർത്തനം ചെയ്യുന്നു. എൻ്റെ ഗുണഗ്രാഹി ദൃഷ്ടിയിലൂടെ മധുരവചനത്തിലൂടെ അവരെ സ്നേഹസമ്പന്നമാക്കുന്നു. എന്നിലൂടെ സ്നേഹസാഗര ബാബയെ പ്രത്യക്ഷമാക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, പരസ്പരം വളരെ വളരെ ആത്മീയ സ്നേഹത്തോടെ ഇരിക്കൂ. ഒരിക്കലും അഭിപ്രായത്തിൽ ഭിന്നത വരരുത്. ഞാൻ എൻ്റെ ഹൃദയത്തോട് ചോദിക്കുന്നു, ഞാൻ ഈശ്വരന്റെ ഹൃദയത്തിൽ കയറിയോ? ദൈവിക ഗുണങ്ങൾ എത്രത്തോളം ധാരണ ചെയ്തു? ഞാൻ ഈശ്വരീയ സേവനത്തിൽ വിഘ്നമുണ്ടാക്കുന്നില്ലല്ലോ. സദാ ശ്രീമതം പഠിക്കുന്നുണ്ടോ? സദാ ഏക അഭിപ്രായത്തിലാണോ? സ്വഭാവം പാലുപോലെയാണോ? ഞാനിപ്പോൾ ഈശ്വരീയ സമ്പ്രദായത്തിലാണ്. ബ്രാഹ്മണ കുലത്തിൽ ആത്മീയ സ്നേഹം ഇവിടെ നിന്നു തന്നെ നിറക്കുന്നു. ശ്രീമതത്തിലൂടെ നടക്കുന്നവർ വിജയമാലയിലെ മുത്താകുന്നു. ബാബ വരുന്നത് തന്നെ ഭാരതത്തെ വീണ്ടും ശിവാലയമാക്കി മാറ്റാനാണ്. ബാബ പറയുന്നു, ഈ അന്തിമ ജന്മം നിങ്ങൾ പവിത്രമായി മാറൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്നാൽ പാപങ്ങളെല്ലാം ഇല്ലാതായി തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി ദേവതയായി മാറും. ഞാൻ ഈ സമയം ഈശ്വരീയ കുടുംബത്തിലേതാണ്. പിന്നീട് 21 ജന്മം ദൈവിക കുടുംബത്തിലേതാകും. ഈ ഈശ്വരീയ കുടുംബത്തിൽ എൻ്റെ അന്തിമ ജന്മം കടന്നു പോകുന്നു. ഇതിൽ പുരുഷാർത്ഥം ചെയ്ത് സർവഗുണസമ്പന്നനായി മാറണം. മനസാ വാചാ കർമ്മണ ഈശ്വരീയ സേവനത്തിൽ മുഴുകിയിരുന്ന് ബാബയുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നു. ബാബ എല്ലാവരെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാബ മുക്തിദാതാവാണ്. ഞാൻ മറ്റുള്ളവരെ രാജ്യ പദവിക്ക് യോഗ്യരാക്കുന്ന സേവനം ചെയ്യുന്നു. ബാബ വരുമ്പോൾ എല്ലാവരുടെയും മംഗളമുണ്ടാകുന്നു. ആത്മാവും പരമാത്മാവും ഒരുപാട് കാലം വേർപെട്ടിരുന്നു. അച്ഛൻ മംഗളകാരി സംഗമയുഗത്തിൽ വന്ന് സുന്ദരമിലനം ചെയ്യുന്നു. എന്നെ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നു. ഞാൻ പാവപ്പെട്ടതായിരുന്നു. ബാബ വന്ന് എന്നെ ദത്തെടുത്തു. അതിനാൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു.
ദേഹി അഭിമാനിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ദുർഗതിയിലുള്ളവരെ ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ സദ്ഗതി പ്രാപ്തമാകില്ല. ബാപ്പദാദയുടെ ഹൃദയത്തിൽ കയറുന്നതിനു വേണ്ടി ഞാൻ മനസ്സാ വാചാ കർമ്മണ സേവനം ചെയ്യുന്നു. കൃത്യതയുള്ളവരും ഓൾറൗണ്ടറുമാക്കണം. പഴയ ഒരു സംബന്ധികളുടെ ഓർമ്മ വരാത്ത തരത്തിൽ ദേഹി അഭിമാനിയായി മാറണം. പരസ്പരം ആത്മീയ സ്നേഹത്തിൽ കഴിയുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. വിശ്വപരിവർത്തന കാര്യത്തിൽ ഒരു വിരൽ സഹായം നൽകുന്ന മഹാനാകുന്നു, വിനയരുമാകുന്നു. വിശ്വപരിവർത്തനത്തിന്റെ ശ്രേഷ്ഠ കാര്യത്തിൽ ഓരോ രത്നത്തിന്റെയും ആവശ്യകതയുണ്ട്. അതിനാൽ കാര്യത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കി മഹാനാത്മാവാകുന്നു, വിനയമുള്ളവനാകുന്നു. എന്റെ സ്വഭാവം ഈസിയാക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈസിയാകും. ബാബ അവ്യക്ത സൂചന നൽകുന്നു. ഓരോ കുട്ടിയും ബന്ധനമുക്തരും ജീവൻ മുക്തരുമായി സംഗമയുഗത്തിൽ തന്നെ ജീവൻ മുക്ത സ്ഥിതിയുടെ പ്രാലബ്ധം അനുഭവം ചെയ്യുന്നു. ഓം ശാന്തി.